ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് OnePlus ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ അവരുടെ ഒരു സീരീസിലുള്ള ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ്. അപ്പം നമുക്കറിയാം, ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ മേടിക്കുന്നതിന് മുൻപ് പല കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ടെക്നിക്കൽ ടേം ആ ഒരു സ്പെസിഫിക്കേഷനകത്ത് കാണും. അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളൊരു ഫോൺ തീർച്ചയായിട്ടും മേടിക്കുന്നത്. അപ്പം ഈ ഇറങ്ങിയിരിക്കുന്ന OnePlusൻ്റെ പുതിയ ഫോണിനും അങ്ങനെയുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നിന്ന് ഇതിന് എന്തൊക്കെ വ്യത്യാസമാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ഒരു ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ OnePlus ഈ ഇടയ്ക്ക് ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ഫോണാണ് OnePlus Nord എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന 2-3 ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫീച്ചറാണ് ഈ ഫോൺ എന്ന് പറയുന്നത് 5G സപ്പോർട്ടഡ് ഫോണാണ്. അപ്പോൾ 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ വെച്ച് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് ഈ ഒരു OnePlus Nordനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു കാരണവശാലും ഇപ്പം 15,000 താഴെയോ അല്ലെങ്കിൽ 10,000 താഴെയോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം 5G സപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, മറ്റുള്ള ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടുണ്ട്. അതായത് 2 ഫ്രീക്വൻസിയിൽ നമുക്ക് വൈഫൈ കണക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ഈ ഒരു ഫോണിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിലുള്ള സ്പീക്കർ സിസ്റ്റം എന്ന് പറയുന്നത് ലീനിയർ സ്പീക്കർ സിസ്റ്റമാണ്. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് ആയിരിക്കും ഈ ഒരു ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇറങ്ങുന്ന സാധാരണ സ്മാർട്ട് ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം OnePlusന് എക്സ്ട്രാ ആയിട്ട് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഫോണിനും കോമൺ ആയിട്ട് വരുന്ന കുറേ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 10 വേർഷൻ തന്നെയാണ്, വിത്ത് Oxygen OS 10.5 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഒരു OnePlusൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്നത്. OnePlusനെ മറ്റു ഫോണുകളിൽ നിന്നും വ്യത്യസ്തമാക്കിയതും വളരെ പ്രത്യേകതയുള്ളതാക്കി മാറ്റിയതുമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ Oxygen OS എന്ന് പറയുന്നത്. അതിൻ്റെ 10.5 ആണ് ഈ ഒരു OnePlus Nordൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രൊസസ്സർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടാ കോർ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 765G SoC എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സിമ്മിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സിം സപ്പോർട്ടഡ് ആണ്. 2 സിം നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ 2 സിമ്മും നാനോ സിം സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ ഉള്ളത്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കിന് 6.44 ഇഞ്ച് ഫുൾ HD ഫ്ലൂയിഡ് AMOLED എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ സംവിധാനമാണ് ഉള്ളത്. ഫുൾ HD സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട് ഫോണിന്. അപ്പം അത് തീർച്ചയായിട്ടും നല്ലൊരു ഫീച്ചറാണ്. മിക്കവാറും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ കമ്പനികളുടെ സ്മാർട്ട് ഫോണിനും ഈ ഒരു ഫീച്ചർ വരാറുണ്ട്. അടുത്തതായിട്ട് ക്യാമറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് റിയർ ക്യാമറ നോക്കാം. അതായത് ബാക്ക് ക്യാമറ ഒരു ക്വാഡ് സപ്പോർട്ടഡ് റിയർ ക്യാമറയാണ് വരുന്നത്. ക്വാഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 4 ലെൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലെ പ്രൈമറി ലെൻസ് അല്ലെങ്കിൽ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറാണ്. അതുകൂടാതെ തന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി സെൻസർ അവൈലബിൾ ആണ്. അപ്പോൾ ആ രണ്ടാമത്തെ ലെൻസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എന്ന് പറയും. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരാളുടെ ഒരു പിക്ചർ ഫോൺ വെച്ചെടുക്കാൻ നോക്കുമ്പോൾ ആ ആളിനെ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നില്ലെന്ന് വിചാരിക്കാം. ഇപ്പം ഫോൺ വെച്ച് പിക്ചർ എടുക്കാൻ നോക്കിയപ്പോൾ ആളിനെ മൊത്തത്തിൽ കിട്ടുന്നില്ല. അപ്പം മൊത്തത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പുറകോട്ടൊന്ന് ഇറങ്ങി നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ തിരിച്ചു പിടിക്കും. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സാധാരണ ഒരു ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതുപോലൊരു സെൻസർ ഉള്ളതുകൊണ്ട് എന്താവും, വൈഡ് ആംഗിൾ ലെൻസാണ്. അതായത് കുറച്ച് കൂടുതൽ ഏരിയ ആ ഒരു ലെൻസ് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്തിട്ടുള്ള പിക്ചറൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമതൊരു സെൻസറാണ് 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ ഡെപ്ത് ആയിട്ടുള്ള ഷൂട്ടിംഗ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവും.
പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ അവൈലബിൾ ആകുന്നുണ്ട്. അതായത് എത്ര ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് അതിനെ വലുതാക്കിയിട്ട് നമുക്ക് പിക്ചറൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത, എന്തുമാത്രം ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചൊക്കെ ഫോട്ടോഗ്രാഫി ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ലെൻസിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ആ ഫോണിൽ കൂടെ എടുക്കുന്ന പിക്ചേഴ്സിനൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. സെറ്റിങ്സ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോഴത്തെ ഫോണിലെല്ലാം ഓട്ടോ ഫോക്കസും അതുപോലെ തന്നെ ഓട്ടോ ഇമാജിനേഷനും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് സെറ്റിങ്സ് ഒക്കെ മാനുവലായിട്ടൊക്കെ ചെയ്തെങ്കിലേ കറക്റ്റായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, എത്ര ഫെസിലിറ്റി ഉണ്ടെങ്കിലും. അതുപോലെ തന്നെ സെൽഫി ക്യാമറയുടെ കാര്യം വരുമ്പോഴത്തേക്കിന് OnePlusന്റെ ഒരു പ്രത്യേകതയാണ് ഡ്യുവൽ സെൽഫി ക്യാമറ. അതായത് ഫ്രണ്ട് ക്യാമറയിലും 2 ലെൻസ് അവൈലബിൾ ആണ്. 32 MB ഒരു പ്രൈമറി സെൻസറും 8 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെക്കൻഡറി സെൻസറും അവൈലബിൾ ആണ്. അതും OnePlus ക്യാമറ മറ്റുള്ള ഫോണുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഉള്ള ഒരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് കണക്ടിവിറ്റി ഓപ്ഷൻസ് ഈ ഒരു ഫോണിലുള്ളത് 5G 4G LTE ഉണ്ട്. അതുപോലെ Wi-Fi 802.11 ഉണ്ട്. ബ്ലൂടൂത്ത്, GPS, USB Type-C പോർട്ട്, ഇതെല്ലാം എല്ലാ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. 5G സപ്പോർട്ടഡ്, ലീനിയർ സ്പീക്കർ ഉണ്ട്, ഡ്യുവൽ ബാൻഡ് Wi-Fi സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ഫോണാണ് OnePlus Nord. ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കിന് 4115 mAh ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററിയാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് വരാം. എത്ര രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത് എന്നുള്ളത്. 3 വേരിയൻറ്റിലായിട്ടാണ് ഈ ഒരു ഫോൺ സെയിൽസിലേക്ക് വരുമ്പോഴത്തേക്കിന് അവർ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് 6 GB റാമും 64 GB സ്റ്റോറേജും ഉള്ള ഒരു ഫോണാണ്. അതിൻ്റെ വില ഇട്ടിരിക്കുന്നത് 24,999 രൂപയാണ്. രണ്ടാമത്തെ വേരിയൻറ്റ് 8 GB റാമും 128 GB സ്റ്റോറേജുമാണ്. 27,999 രൂപയാണ് ഇട്ടിരിക്കുന്നത്. മൂന്നാമത്തെ വേരിയൻ്റ് ആണ് 12 GB റാമും 256 GB സ്റ്റോറേജുമാണ്. അതിനിട്ടിരിക്കുന്ന റേറ്റ് 29,999 രൂപ ആണ്. ഇനി ഏതൊക്കെ കളറിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാകുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 2 കളറിലാണ് ഈ ഒരു ഫോൺ പുറത്തിറക്കുന്നത്. ബ്ലൂ മാർബിൾ കളറുണ്ട്. ബ്ലൂ മാർബിൾ കളറിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് 12 GB റാമും 256 GB സ്റ്റോറേജുമായിട്ടുള്ള ഫോണായിരിക്കും. അടുത്തത് ഗ്രേ ഒനിക്സ് കളറുണ്ട്, അല്ലെങ്കിൽ ഗ്രേ കളർ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 12 GB റാമും 256 GB സ്റ്റോറേജും ഉള്ള ഫോണും ഗ്രേ കളറിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ 8 GB റാമും 128 GB സ്റ്റോറേജുമുള്ള ഫോണും ഗ്രേ കളറിൽ നമുക്ക് ലഭ്യമാണ്. ഇനി എന്നാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കാം. ഓഗസ്റ്റ് 6 മുതലാണ് സെയിലിൻ്റെ ആ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ വേരിയൻറ്റ് ബ്ലൂ മാർബിൾ കളർ, തീർച്ചയായിട്ടും അതിന് തന്നെയായിരിക്കും കൂടുതൽ സെയിൽ വരാനായിട്ട് സാധ്യതയുള്ളത്. ആ ഒരു ഫോൺ ഓഗസ്റ്റ് 6 മുതൽ ഇന്ത്യയിൽ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ ഉള്ള അറിയിപ്പ്. രണ്ടാമത്തെ വേരിയൻറ്റ്, അതായത് ഗ്രേ ഒനിക്സ് കളർ, ഓഗസ്റ്റ് 4 മുതൽ ഇന്ത്യയിൽ ലഭ്യമാവും. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ ആ ഒരു സെയിം വേരിയൻറ്റ് തന്നെയാണ്. പിന്നെ മൂന്നാമതൊരു വേരിയൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു 6 GB 64 GB ഉള്ള ഒരു ഫോണിനെ പറ്റി പ്രൈസ് ഡീറ്റെയിൽസിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. അതായിരുന്നു ഏറ്റവും വില കുറഞ്ഞ ഫോൺ. പക്ഷേ ആ ഒരു ഫോൺ നമുക്ക് കിട്ടണമെങ്കിൽ സെപ്റ്റംബർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ രീതിയിലാണ് ഇപ്പോൾ OnePlusന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഡിസ്പ്ലേയുടെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ കണക്ടിവിറ്റി ഓപ്ഷൻസോ ക്യാമറയുടെ ഓപ്ഷൻസോ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെർഫോമൻസ് ഫീച്ചർ എന്ന് പറയും. അതായത് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. 1 അതിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 2 അതിനകത്തുള്ള പ്രോസസ്സർ, മൂന്നാമത്തേത് റാമിൻ്റെ സൈസ്. പ്രോസസ്സർ എത്ര നല്ലതും ആയിക്കോട്ടെ, റാമിൻ്റെ സൈസ് കുറവാണെങ്കിൽ ആ ഫോണിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് തീർത്തും കുറവായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കും, പ്രോസസ്സർ കൊള്ളത്തില്ലെങ്കിൽ ഫോണിൻ്റെ ഫീച്ചർ കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ക്യാമറ, അതുപോലുള്ള ഡിസ്പ്ലേ, ആ ഒരു ഫോണിൻ്റെ സ്റ്റൈല്, കളറ്, അത് തിന്നാണോ, ലുക്കൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് റാം സൈസ്, പ്രോസസ്സർ, അതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ 3 കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഫോണിനകത്ത് നല്ല പെർഫോമൻസ് ആയിരിക്കും. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ഫോണിനകത്തുള്ള ഒരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ നമ്മൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നു. ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഈ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫോൺ ആ ഒരു വിൻഡോ തരുന്നതിന് ഇടയ്ക്കുള്ള ആ ഒരു സമയം, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്സിംഗ് ടൈം എന്ന് വിളിക്കും. അതായത് നമ്മൾ മാനുവലായിട്ട് ഇൻപുട്ട് കൊടുത്തു, ഫോൺ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു.
അതിനെ വിളിക്കുന്നതാണ് പ്രോസസ്സിംഗ് ടൈം. ഈ പ്രോസസ്സിംഗ് ടൈം കൂടുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് നല്ലതെന്ന് പറയുന്നത്. അപ്പം ഈ പ്രോസസ്സിംഗ് ടൈം കൂടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാമിൻ്റെ സൈസ് കൂടുതലായിരിക്കണം. വേറൊരു കാര്യം കൂടെയുണ്ട്, റാമിൻ്റെ സൈസ് കൂടുമ്പം തീർച്ചയായിട്ടും ഫോണിൻ്റെ റേറ്റും കൂടും. അപ്പോൾ ഒരു ഫോൺ മേടിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്. വീഡിയോ എടുക്കുന്നവരാണ്, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നല്ല പ്രോസസ്സിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇനി പ്രൊഫഷണലായിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോണിനകത്ത് സ്റ്റോറേജ് ഉണ്ടാകണം. അതായത് ക്യാമറയുടെ ആ ഒരു ഫീച്ചർ കൂടുന്നതനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഓരോ പിക്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള പിക്ചർ ആണെങ്കിൽ നല്ല സൈസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോറേജ് ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റിനെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫോൺ എടുക്കാനായിട്ട്. മാർക്കറ്റിംഗ് പല രീതിയിൽ വരും, പക്ഷേ നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഏത് കമ്പനിയാണോ ഫോൺ തരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഫോൺ എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.